ഇനിയും എനിക്കൊരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ചിലരുടെ റൂമിൽ എത്താൻ പദ്ധതിയുണ്ട്. ഇത് ഞാൻ ചുമ്മാ രസത്തിന് എന്നെ പൊക്കാൻ പറയല്ല. നിങ്ങളിൽ ചിലരെ നിങ്ങളുടെ റൂമിൽ വന്ന് കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ കയ്യിലിരിപ്പ് മാറ്റണം. ഇടപെട്ട വാക്കിയതാ, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞു വീഴുവിൻ, എൻ്റെ മനസ്സ് ഞാൻ പൊഴിച്ചു തരും, എൻ്റെ വചനം ഞാൻ നിങ്ങളെ അറിയിക്കും. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. അപ്പം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നോട് സംസാരിച്ചപ്പോൾ അടുത്ത വാചകം ഇത് പറഞ്ഞു: കുഞ്ഞേ, കഴിഞ്ഞ നാളിൽ നിന്നെ ഞാൻ വ്യത്യസ്തമായ രീതിയിൽ ശുശ്രൂഷയിപ്പിച്ചു. ദുരുപദേഷ്ടക്കന്മാർക്കെതിരെ, കള്ളപ്രവാചകന്മാർക്കെതിരെ, വേണ്ടാത്ത അനീതിക്കെതിരെ നീ ശക്തിയോടെ പടവരുന്നു. നീ അനുഭവിച്ച കഷ്ടങ്ങൾ ചെറുതല്ല. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്, അതിന് നീ ഉത്തരം പറയണം. ഞാൻ പറഞ്ഞു, ചോദിക്കാം. അടുത്ത ചോദ്യം എന്നെ ഞെട്ടി വിറപ്പിച്ചു. എപ്പോഴെങ്കിലും എൻ്റെ നല്ല വരങ്ങൾക്ക് വേണ്ടി നീ സംസാരിച്ചിട്ടുണ്ടോ? അതെന്നെ വിറച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, നല്ലതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നല്ലതിൻ്റെ ആഴം ഞാൻ വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ കർത്താവിനോട് ഡയറക്റ്റ് പറയാം, ഇന്നലെ വരെ ചെയ്ത ശുശ്രൂഷ ഞാൻ ഏൽപ്പിച്ചതിന് ഞാൻ ഇവിടെ കുത്തിടുന്നു. ഒരന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഞാൻ നിന്നെ വേർതിരിക്കാൻ പോയ. എൻ്റെ തലയിൽ ഒരു കൈ വന്നു. എൻ്റെ ശരീരം വല്ലാത്തൊരവസ്ഥയിലേക്ക്, ഞാൻ മരിച്ചു പോകും എന്ന് ഞാൻ വിചാരിച്ചു. മിക്കവാറും എൻ്റെ മരണമായിരിക്കും. ആ അവസ്ഥയൊന്നും പറയാൻ മേല ദൈവമക്കളെ. ആമേൻ. അങ്ങനെ കർത്താവ് വരുമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? കർത്താവ് പോയി കഴിഞ്ഞ് വന്നു. പൗലോസ് പറഞ്ഞു കേട്ടില്ലേ, കർത്താവ് പോയി കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാൽ പൗലോസ് രക്ഷിക്കപ്പെട്ടെ? പൗലോസ് പറയാം, അകാല പ്രജയായി എനിക്ക് ഒടുവിൽ പ്രത്യക്ഷനായി. എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയിൽ നീ സമർപ്പിച്ച് ചുമ്മാ വാചകടിച്ചാൽ പറ്റത്തില്ല. ശുദ്ധീകരണം, ദേഹിയിലിരിക്കുന്ന സകല കയ്യിലിരിപ്പം വെട്ടിയിറക്കി രഹസ്യമായ ലജ്ജാകരമായതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് കണ്ണുനീരോടെ മുഴങ്കാലിരുന്ന് ദീർഘ ദിവസങ്ങൾ കരയാൻ തയ്യാറായാൽ നിന്റെ അടുക്കൽ വന്ന് നിന്നോട് സംസാരിക്കാൻ കഴിയുന്നവനാണ് നിന്റെ കർത്താവ്. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാർ അതിന് ഒരുങ്ങാൻ പരിശുദ്ധാത്മാവ് പറയും. എത്ര പേരതിന് തയ്യാറാ? കേവലം ഒരു പാരമ്പര്യത്തിന്റെ പൊങ്ങച്ചം പറഞ്ഞ് പോകാനല്ല ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. നിന്റെ റൂമിൽ ഡയറക്റ്റ് വന്ന് നിന്നോട് സംസാരിക്കാൻ, നിന്നെ ഒരു പുത്തൻ ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പദ്ധതിയിടുകയാണ്. സ്വർഗം പ്ലാൻ ചെയ്യുകയാണ്. നീ അതിനു വേണ്ടി ഒരുങ്ങാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. കരങ്ങളെ ഉയർത്തി കല്ലേറിയാൻ ഞാൻ വിറച്ചു. ഞാൻ കാര്യങ്ങൾ സംഭവിച്ചു. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ സന്തോഷ് പാസ്റ്റർക്ക് അറിയാം. സന്തോഷ് പാസ്റ്റർ ഇതുപോലൊന്നുമല്ല ഇരുന്നത്. എൻ്റെ അഭിപ്രായം മീശയും താടിയൊക്കെ പഠിക്കണം. ഉപദേശമല്ല കേട്ടോ. സന്തോഷ് പാസ്റ്റർ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇതുപോലെ പുറകെ വന്നിരുന്നിട്ട് പോകുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്. എത്ര വർഷമായി കാണും വെച്ചാൽ? ഒരു 10-25 വർഷമല്ലേ? അല്ലേ? ഇത്രയും വർഷം എന്നേക്കാൾ മൂത്ത ദൈവാസം. വൈക്കത്ത് കല്ലറയിലെ PC ചർച്ചിലൊക്കെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവാസം പുറയിരിക്കും. അപ്പം എന്നെ അറിയാവുന്ന ഒരാളാണ്. സ്തോത്രം. അപ്പം ഇതുപോലെ നമ്മൾ ഓർത്തിരിക്കുന്ന നമ്മളെ ഇങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തങ്ങ് പോയാൽ മതിയെന്ന് അല്ല. ദൈവം നമ്മളെയൊക്കെ വിളിച്ച ഭയങ്കര ശുശ്രൂഷയ്ക്ക്. പക്ഷെ നമ്മുടെ കയ്യിലിരിപ്പ് പലതും നമ്മൾ അകറ്റി നിർത്തി. സ്വന്തം ബുദ്ധിയിലൂന്നി നമ്മളെ ശുശ്രൂഷയെന്ന് പൊളിക്കാനാണ്. അല്ല, നമ്മൾ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മളിലുള്ള ഒറിജിനൽ വെളിപ്പെടാതിരിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. അപ്പം തന്നെ നമ്മൾ പാൻറ്റും കൂട്ടും മുണ്ടും ചട്ടിലും ഒരു ശുശ്രൂഷനായിട്ട് നിൽക്കുകയും ചെയ്യണം. എന്നാൽ ആ പേരിൽ അകത്ത് വെച്ചിരിക്കുന്ന ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും, അത് പിശാചിൻ്റെ തന്ത്രം. പക്ഷെ ദൈവം അത് തിരുത്താൻ പോകും. നീ പാൻറ്റും കൊണ്ടും ഷർട്ട് കൊണ്ടും ഒരു പാസ്റ്റല്ല. വെള്ള മുണ്ട് കൊണ്ടും വെള്ള ഷർട്ട് കൊണ്ടും ഒരു പാസ്റ്റല്ല. അർത്ഥാൽ ഏത് അർത്ഥത്തിലാണോ നിനക്ക് ആ പദവി വിളിച്ചത്, അതിൻ്റെ അർത്ഥം വചനത്തിൻ്റെ ആഴത്തിൽ നിന്നെ കൂടെ ചെയ്യിക്കാൻ പോകുക. നാട്ടുകാർ നമ്മളെ പാസ്സെന്ന് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തിന് ദൈവം നമ്മളെ പാസ്സാക്കി എന്നുള്ളത് വെളിപ്പെടണം. അത് നമ്മുടെ ജീവിതം കൊണ്ടേ വെളിപ്പെടും. അതിലേക്ക് നമ്മൾ കടക്കാൻ പോവാം. അതിനെന്ത് ചെയ്യണം?
ലജ്ജാകരമായ രഹസ്യങ്ങളെ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇനി പാസ്റ്റർമാരോട് മാത്രമല്ല, വിശ്വാസികളോട് പറയാം. നീ ക്വാളിറ്റി ഉള്ളൊരു വിശ്വാസിയായി മാറണമെങ്കിൽ ലജ്ജാകരമായ സ്വഭാവങ്ങളെ, രഹസ്യങ്ങളെ നിന്റെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയണം. ഒന്ന് മാറ്റി വെച്ച് നോക്കിയേ. ദൈവം ഇറങ്ങി ഇങ്ങ് വരും. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്നോട് അടുത്ത പറഞ്ഞില്ലാന്നറിയോ? നിന്റെ നാവിനെ എനിക്ക് ശുദ്ധീകരിക്കണം. ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു, ഓക്കെ. പക്ഷേ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ പ്രധാന 2 ശുശ്രൂഷ ചെയ്യുന്ന ആളായിരുന്നു ദൈവം എന്നെ ഏൽപ്പിച്ചത്. ഒന്ന് എൻ്റെ മുമ്പിൽ ആര് അന്യഭാഷ പറഞ്ഞാൽ ഞാൻ വ്യാഖ്യാനിക്കുമായിരുന്നു. 2 ഭൂതം ഇളകിയാൽ ഞാൻ വിടില്ലായിരുന്നു. അന്ധവിശ്വാസമൊക്കെ അറിയാം. ഭൂതം ഇളകി വിടത്തില്ല. ആ ഭൂതത്തെ പുറത്താക്കിയിട്ടേ പോകത്തുള്ളൂ. അതിനൊരു കൃപ ദൈവം എനിക്ക് തന്നു, ദൈവകൃപ. പക്ഷെ 2 കാരണത്തെ ഇത് 2 ഞാൻ മുട്ടിക്കുത്തി മുറി കയറിയെന്ന് പ്രാർത്ഥിച്ച് മാറ്റി വെച്ച് പാസ്റ്റേ. ഒന്ന്, അതിന് കാരണം അന്ന് കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്ത് വന്നാലും എൻ്റെ മാതാവിനും എൻ്റെ സഹോദരിക്കും തീരെ വയ്യ, മരണ സ്റ്റേജിലേക്ക് എത്തുന്നു. ഞാൻ ചങ്ങലയിൽ ഇട്ടതിനെയൊക്കെ അഴിച്ച് കളയാൻ ഇറക്കാൻ വേണ്ടി പോവാം. ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സ്റ്റേജ്. ഒരു ദിവസം എൻ്റെ ഫാദർ വിളിച്ചിട്ട്, ഞാൻ നിൻ്റെ സഹോദരിയെ കാണണമെന്നുണ്ടെന്ന് ഇവ. ഞാൻ അന്നേരം അന്നും ശാഠ്യക്കാരനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഭൂതം പോകാതെ വരില്ല. സ്വതം. പക്ഷെ തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ സഹോദരിയുടെ അവസ്ഥ കണ്ടപ്പം ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് അന്ന് അവളെ കിടത്തിയിരിക്കുന്നു. വീട്ടുകാരെല്ലാം കൂടിയിട്ടുണ്ട്. ഞാൻ പോർട്ടിക്കോ മുറിക്കകത്ത് കയറിയിട്ട് കഥ കടച്ചിട്ട് പറഞ്ഞു, കർത്താവ്, എങ്കിൽ നിന്ന് ഈ പൈശാചിക ശക്തിയുടെ മേലുള്ള ശുശ്രൂഷ തിരികെടുക്കണം. സ്തോത്രം. ഈസിയായിട്ട് പറഞ്ഞു. കർത്താവ് അങ്ങ് തിരിച്ചെടുത്തു. പിന്നെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്നിടത്തൊന്നും നടന്നിട്ടില്ല. സ്തോത്രം. 2, അന്യഭാഷ വ്യാഖ്യാനിച്ചപ്പോൾ പ്രശ്നമുണ്ടായി. ചില അന്യഭാഷ പറയുന്ന അവർ ചെയ്ത വൃത്തികേടുകളാണ്. വേറെ ഭാഷയെ പറയുന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ അതങ്ങനെ ഇങ്ങോട്ട് വിവേചിച്ച് പറഞ്ഞപ്പം എനിക്ക് പ്രശ്നമായി. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഇതും കൂടെ അങ്ങ് എടുക്കാം. കർത്താവിന് ബുദ്ധിമുട്ടല്ലോ, കർത്താവ് എടുക്കും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു, ഈ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ഇത് 2 വീണ്ടെടുക്കണം പറഞ്ഞു. ഇത് 2. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, ഭൂമിയുടെ വീണ്ടെടുപ്പ്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ശുശ്രൂഷയുടെ വീണ്ടെടുപ്പ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കർത്താവെന്ന്. എന്നെ കർത്താവ് പറഞ്ഞു, കൂടുതൽ സംസാരിക്കണ്ട. സമർപ്പിച്ച് വീണ്ടെടുത്തില്ലെങ്കിൽ നീ ഭൂമിയിൽ അധികം ദിവസം ജീവിച്ചിരിക്കത്തില്ല. ഇതൊരു പ്രവാചകൻ തലക്കെ വെച്ച കാര്യമല്ല പറഞ്ഞേ. എൻ്റെ അടുക്ക വന്ന് എൻ്റെ കർത്താവ് എന്നോട് ഡയറക്റ്റ് സംസാരിച്ച കാര്യമാണ്. നീ അധികം നാൾ ജീവിച്ചിരിക്കല. എനിക്ക് നിന്നെ അന്ത്യകാല ശുശ്രൂഷ ആദ്യ നൂറ്റാണ്ടിൽ ചെയ്തത് തിരിച്ച് ചെയ്യാൻ സമയമായിരിക്കുക. അത് ചെയ്യേണ്ടതിൽ ഒരാളാണ് നീ. ഒന്നുമില്ല, ഇതിന് സറണ്ടർ ആകണം, അല്ല ഞാൻ നിന്നെ നീക്കും. ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കേൾക്കണോ, നിന്നെ ഞാൻ പൊളിക്കും. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? വില ഉള്ള ശുശ്രൂഷ ഈസിയായി ചെറുപ്രായത്തിൽ നിന്ന് ഞാൻ ഏൽപ്പിച്ചപ്പോൾ വിലയറിയാതെ വാഗൊണ്ട് പറഞ്ഞ് മാറ്റിവെച്ചെങ്കിൽ തിരികെ തരണമെങ്കിൽ വില കൊടുക്കണം. നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കണമെങ്കിലേ വില കൊടുക്കണം. ഞാനോർത്ത് വില കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വല്ല വിഷയമൊക്കെ ആയിരിക്കുമെന്ന്. ഞാൻ റെഡിയെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം ഇനി പൊളിക്കാത്തൊരു മേഖലയുമില്ല. സ്തോത്രം. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മണ്ണുര വരെ നമ്മുടെ നേരെ എഴുന്നേറ്റിരിക്കും. നീ എവിടെ പോടാന്ന് ചോദിക്കും. ഇന്നലെ ഇവൻ നമ്മുടെ നേരെ എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ തീരുമാനം എടുത്തപ്പം മണ്ണിൻ്റെ അടിയിലത്തെ വരെ എഴുന്നേറ്റ് നിൽക്കുക. നീ ആരടാ? ഞാൻ കർത്താവിനോട് ചോദിക്കുക, ഇവനെ ഞാൻ എന്താ ചെയ്യണ്ടേ? കർത്താവ് പറഞ്ഞു, കേട്ടോണ്ട് തിരിഞ്ഞു നടക്കടാ. സ്വതന്ത്രം. പിടികിട്ടുന്നുണ്ടോ? കേട്ടോണ്ടേ പല സ്ഥലത്തു നിന്ന് ആളുകൾ എഴുന്നേക്കും. ആദ്യം എഴുന്നേക്കുന്നത് നിന്നിൽ തന്നെയാണ്. നിന്നിൽ തന്നെ നിന്റെ എതിരാളി ഇരിപ്പുണ്ട്. പഠിച്ചു, നിന്നിൽ തന്നെ നിന്റെ എതിരാളി. നമ്മളൊരു വാക്യം വളരെ ഇതായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഒരു വശവും കൊണ്ടുണ്ട്, അത് നമ്മൾ ചിന്തിക്കാറില്ല. മനുഷ്യന്റെ ശത്രു ആരാ? അവൻ്റെ
ഈ വാക്യം വെച്ച് നമ്മൾ എത്ര ബന്ധുക്കളോടും ഉണ്ടായിരിക്കുന്നുണ്ടെന്നറിയും. അപ്പൻ്റെ ചേട്ടനോട് മിണ്ടിയിട്ട് വർഷങ്ങളായി, അമ്മാച്ചനോട് മിണ്ടിയിട്ട് വർഷം. അവർ നമ്മുടെ ശത്രുക്കളാ, വീട്ടുകാർ നമ്മുടെ. അത് ശരിയല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ചിലയിടങ്ങളിൽ ഉണ്ട്. പക്ഷെ വാസ്തവത്തിൽ വീട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരത്തിൽ തന്നെ എൻ്റെ എതിരാളി ഇരിപ്പുണ്ട്. അതിനറിയുന്നുണ്ടോ? അതിനെ നീ ദേശിക്കുന്നുണ്ടോ? അത് പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. പക്ഷേ നമ്മുടെ ബന്ധുക്കളോട് നമുക്ക് ഉടക്കുണ്ടാക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊരുന്ന 2 ശത്രുക്കളോട് നമുക്കൊരു ഉടക്കില്ല. ഇതന്നെ ഈ പാസ്റ്റർ പറയുന്നത്. പറയാം, വാസ്തവത്തിൽ ഇപ്പൊ ക്രൂശിൽ വീണ്ടെടുപ്പ് നടത്തിയത് ആരാ? പ്രാപിച്ച ആരാ? ഇപ്പൊ നിലവിൽ വീണ്ടെടുപ്പ് സാധിച്ചത് ആരുടെയാ? ആത്മാവിന്റെ മാത്രമേ ഉള്ളൂ. എന്നിലെ ആത്മാവ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെട്ടോ? എൻ്റെ ദേഹിയോ വീണ്ടെടുക്കപ്പെട്ടോ? ഇല്ല. ഇവര് 2 പേരും കൂടെ എൻ്റെ ആത്മാവിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കൂടോത്രക്കാരനും വേണ്ട, നിനക്കെതിരെ ഒരാളും കൂടോത്രം ചെയ്യണ്ട. നിന്റെ അകത്ത് നിൽക്കുന്ന ദേഹിയും നിന്റെ ശരീരവും നിന്റെ ആത്മമണ്ഡലത്തിന് വിരോധമായി പോരുകയാണ്. അപ്പോഴാണ് ആരും അറിയാതെ നീ ലജ്ജാകരമായ സംഗതിയെ മറച്ചു പിടിച്ച്. ആരാ ജയിക്കുന്നറിയോ? പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ ആത്മാവിനോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എൻ്റെ ജഡത്തിലുണ്ടെന്ന്. കണ്ടോ 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 കണ്ടോ? അയലോക്കംകാരല്ല എതിരാളി. ദൈവദാസന്മാരെ, നിനക്കെതിരെ പ്രാർത്ഥിക്കുന്നവനല്ല നിന്റെ എതിരാളി. നിന്റെ ദേഹി നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുക. നിന്റെ ശരീരം തന്നെ നിന്റെ ശുശ്രൂഷയ്ക്ക് ഓപ്പോസിറ്റായി പ്രവർത്തിക്കുക. ഈ 2 മണ്ഡലത്തിലും 18-ാം പകലിൽ ഒരു ജയമെടുക്കണമെന്ന് ദൈവാത്മാവ് ആലോചന പറയും. എന്നോട് ദൈവം സംസാരിച്ചപ്പം ഞാനൊരു കർത്തൃദാസനോട് ചെന്ന് ക്ഷമ ചോദിച്ചു. ക്ഷമ ചോദിച്ച പുള്ളി ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുക. അവിടെ തന്നെ ദൈവം എന്നെ പരിശോധിക്കുക. എന്നോട് അടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഒരു 3-4 മാസം മുമ്പാണെങ്കിൽ ഞാനതിന് ഉത്തരം പറഞ്ഞിട്ടേ പോകും, പിന്നെ അടിക്കത്തില്ല. അതേ രീതിയിൽ ഉത്തരം പറയാൻ എനിക്കറിയാം, ചീത്തയൊന്നും പറയത്തില്ല. നാക്കുകൊണ്ട് നിർത്താൻ അറിയാമല്ലോ നമുക്ക്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, പഴയത് അനക്കരുത്, ദേഹിയെ ക്രൂശിച്ചോളാം. എന്നിട്ട് ഞാൻ ചെയ്തേക്കണം. ആ പുള്ളിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ആരുടെയെങ്കിലും ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചിട്ടുണ്ടോ? നരപ്പള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ ഒത്തിരി പേരോട് ഇത് ചെയ്തിട്ടുള്ള ആളാ. അത്രയും പറഞ്ഞ് ജയിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അതും എൻ്റെ ദേഹിയിലെ വേറെ സ്വഭാവമാണ്. പിടികിട്ടുന്നുണ്ടോ? ഈ സ്വഭാവങ്ങൾ നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ നിന്റെ ശരീരത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യുക. നീ ഞായറാഴ്ച എഴുന്നേറ്റുന്നുള്ള ദൂതന്നെ വെളിപ്പെടാത്തെ പുറത്തു നിന്നുള്ള ഫൈറ്റിംഗ് അല്ല. നിന്റെ ദേഹിയിൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പൊരുതുന്ന ചില സ്വഭാവങ്ങൾ ഇന്ന് ഇവിടെ കുടഞ്ഞു കളയണം. ഞായറാഴ്ച ആരാധിക്കാൻ വന്നിട്ട് കൈയടിക്കാൻ പറ്റുന്നില്ല അല്ലേ? അന്യഭാഷ പറയാൻ പറ്റുന്നില്ല, കൈവേദന, ആമേൻ, കാൽവേദന, നടുവേദന, ആമേൻ. നിന്റെ ദേഹിയിൽ നിൽക്കുന്ന ചില സ്വഭാവങ്ങൾ നിന്നെ ആരാധനയിൽ നിന്ന് റിട്ടേൺ അടിക്കുകയാണ്. ഈ 18-ാം പകലിൽ നിന്റെ സ്വഭാവ രൂപാന്തരം നടത്താൻ ദൈവാത്മാവ് ആലോചന പറയുക. ഒരു അത്യന്ത ശക്തി അപ്പോൾ നിന്റെ മേൽ ഇറങ്ങി വരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വലിയൊരു ശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. വലിയൊരു ശുദ്ധീകരണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. ഒരു സമൂലമായ ശുദ്ധീകരണം, ഒരു കരച്ചിൽ, ഒരു മാനസാന്തരം ഇന്ന് പകലുണ്ടാകട്ടെ. ദൈവം നിന്റെ കരങ്ങളിൽ എടുക്കാൻ പോകുകയാണ്. സ്വത്രം കർത്താവിനോട് പറഞ്ഞു, വഷളന്മാരോട് മാത്രം ഒഴിവായി നിൽക്കുക, അല്ലാത്തവരോട് എല്ലാവരോടും നിരക്കാൻ പറഞ്ഞു. വഷളന്മാരോട് കൂടണ്ട. ആത്മാവിടെ വിട്ടൊന്ന വഷളന്റെ തോളെ കേട്ടങ്ങനെ മാറിക്കോണം.
വഷളനെ നിന്ദ്യനായി ബാക്കി എല്ലാവരോടും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ പരിഹാരം വരുത്തണമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. അങ്ങനെയൊന്നും